ഞാനും ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഈ വിഷയം കുറച്ച് മണിക്കൂർ മുമ്പ് അറിയാൻ കഴിഞ്ഞത്. പാലക്കാട് നഗരസഭയിലെ ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലർ, നേരത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു തോന്നുന്നു കൗൺസിലർ. അപ്പോൾ സത്യത്തിൽ ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്തുക ചെയ്യുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരെല്ലാം കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നവോത്ഥാന പ്രസ്ഥാനം മുതൽ പിന്നീട് കേരളത്തിലുണ്ടായ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ട സമരങ്ങളും അതിലൂടെ ഉയർന്നു വന്ന ആധുനിക കേരളവും ആ ആധുനിക കേരളത്തിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ ഏത് പാർട്ടി എന്നുള്ളതല്ല, എല്ലാ പാർട്ടികളും ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം ഈ കേരളത്തിൽ ഒരു മാതൃകാപരമായ സംസ്കാരമായിരുന്നു. അതിൽ കോൺഗ്രസിനും പങ്കുണ്ട്. നമുക്കതൊന്നും നിഷേധിക്കാൻ കഴിയുന്നതല്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി രൂപീകരിച്ച പാർട്ടിയാണ്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിലും കോൺഗ്രസ്സിനു ഒരു നല്ല പങ്കുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ആ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ എത്രത്തോളം തരംതാണു എന്ന് നമുക്ക് അതിനേക്കാളും ആ വാക്കില്ല യഥാർത്ഥത്തിൽ. അങ്ങനെയൊരു പൊളിറ്റിക്കൽ കൾച്ചർ ഇപ്പോൾ കോൺഗ്രസ്സിലെ ഒരു പുതിയ അവതാരങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തുകയാണ്. അതാണ് നമ്മളെ ഭയപ്പെടുത്തുമെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇനി ഒരു പൊളിറ്റീഷ്യനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചെല്ലാം ഈ ചിത്രമാണ് സാധാരണക്കാർക്ക് തോന്നുക. അത് ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസ്സിലെ പുതിയതായിട്ടിപ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന പുതിയ യുവ നേതൃത്വമാണ്. ഞാൻ ഒരു തവണ നിങ്ങളോട് ഹെഡ്മാഷ് എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ എന്തെല്ലാം കോലാഹലമായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു, എനിക്കെതിരെ എന്തെല്ലാം സൈബർ ആക്രമണം, എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് എതിരെ ഉൾപ്പെടെ. ഞാൻ പിന്നെ അതൊന്നും കമൻസ് ഒന്നും വായിക്കാത്ത ആളും ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളായതുകൊണ്ട് എനിക്കതിലൊരു വേവലാതിയും തോന്നിയിട്ടില്ല. ശരിയായ ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്തും ശരിയായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാക്കാത്, അതിപ്പോഴും ഞാൻ നിഷേധിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ രൂപത്തിലേക്കൊന്നും ഞങ്ങളെപ്പോലുള്ളൊരു പാർട്ടി കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊന്നുമല്ല നമ്മുടെ നാട് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഹെഡ്മാഷ്, പിന്നീട് ക്ലാസ് ടീച്ചർ, ഇപ്പോൾ സ്കൂൾ ലീഡർ ഇല്ലേ? അല്ല പറയുക, നിങ്ങളത് എങ്ങനെയാണ് എടുത്താൽ മതി. ആദ്യം ഹെഡ്മാഷ്, പിന്നെ ക്ലാസ് ടീച്ചർ, ഇപ്പോൾ സ്കൂൾ ലീഡർ. ആരും ഒട്ടും മോശമല്ല. അല്ല അല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ നോക്കുക, ജനങ്ങൾ കൊടുത്ത അധികാര സ്ഥാനങ്ങൾ, ആ സ്ഥാനമാനങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ത് വൃത്തികേട് ചെയ്താലും ഇതെല്ലാം കേരളം സഹിക്കും. കേരള സാധാരണക്കാർക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല. എന്നാലും ഞങ്ങളെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനും ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എന്ന നിലയ്ക്കല്ലേ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കൗൺസിലർ ചെയ്യാൻ കാരണം എന്താ? കൗൺസിലർക്ക് ഇത്രയധികം ഒരു ധൈര്യം കിട്ടിയത് എവിടുന്ന? ഹെഡ്മാഷൻ, ക്ലാസ് ടീച്ചറൊക്കെ ഇതിൻ്റെ ഭാഗമായി പ്രോത്സാഹനം അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനുള്ള അറിവ് വെച്ചിട്ടായിരിക്കുമല്ലോ. അവർക്കാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ?
അപ്പോൾ ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെ ഏറ്റവും ചീഞ്ഞു നാറിയ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ ഈ പറയുന്ന ആളുകൾക്ക് ചെറിയ പങ്കല്ല അവർ ഈ കാര്യത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതു തരത്തിലും സാമ്പത്തികമുണ്ടാക്കുക, ജനങ്ങൾ നൽകിയിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം കേരളം സഹിച്ചോളും, ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരെല്ലാം ഇത് സഹിക്കും എന്ന ഒരു അവസ്ഥാവിശേഷം ആ തരത്തിലേക്ക് കോൺഗ്രസ് മാറിയില്ലേ?